എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ടോപ്പിക്ക് കുക്കിങ്ങും കവിതയോ പദ്യം അല്ല മ്യൂസിക്കോ ഒന്നുമല്ല. വ്യത്യസ്തമായെന്ന് പറയാൻ പറ്റില്ല, സാധാരണമായ ചില കാര്യങ്ങൾ. അതായത് ഒരു പെൺകുട്ടി ജനിച്ച് ഒരിത്തിരി ഒരു കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു പ്രായമാകുമ്പോൾ മുതൽ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് കേട്ട് വളരുന്നത് എന്താണ്, ആ കാര്യം കൂടി ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ. അതായത് എനിക്കൊക്കെ ഒരു 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, അതിന് മുമ്പത്തെ അത്ര എനിക്ക് ഇതായിട്ട് തോന്നുന്നില്ല, 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കാതുകളിൽ വീട്ടിൽ നിന്ന് കേട്ടിരിക്കുന്ന മെയിൻ വാക്ക് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നായാലും ശരി, അമ്മൂമ്മയുടെ, ഞങ്ങൾ മുത്തശ്ശി എന്നൊന്നുമല്ല അമ്മൂമ്മയെന്നാണ്, അമ്മൂമ്മ അപ്പൂപ്പനും, അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും കയ്യിൽ നിന്നായാലും ശരി, അവരുടെ നാവിൽ നിന്നായാലും ശരി, അച്ഛനമ്മമാരുടെ നാവിൽ നിന്നായാലും ശരി. അച്ഛൻ്റെ അത്ര വന്നിട്ടില്ല, കാരണം എൻ്റെ അച്ഛൻ കുറച്ചൊരു അത്രയും ഒരു മക്കളെ കരുതലും സ്നേഹവും ഒക്കെ ഫ്രീഡം ഒക്കെ തരുന്ന ഒരച്ഛനായിരുന്നു. പിന്നെ അമ്മായിമാർ, പേരമ്മ, കുഞ്ഞമ്മ, അയൽവക്കക്കാർ, ഇവരെല്ലാം പറഞ്ഞു കേട്ട വാക്ക് ക്ഷമിക്കണം. എന്ത് കാര്യത്തിലും പെൺകുട്ടികൾ ക്ഷമിക്കണം, എന്ത് കാര്യവും അവർ സഹിക്കണം. എന്നാൽ എൻ്റെ സഹോദരന്മാർ, എൻ്റെ കസിൻസ് ആൺകുട്ടികൾ, ഇത് എൻ്റെ കസിൻസ് പെൺകുട്ടികളോടും എല്ലാം പറഞ്ഞ് ഞാൻ കേട്ട ഒരു വാക്കാണ്. അതേസമയം ആൺകുട്ടികളോട് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. അതുപോലെ പെൺകുട്ടികളോട് അടക്കവും ഒതുക്കവും വേണം. അടക്കവും ഒതുക്കമൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഈ അടക്കവും ഒതുക്കവും ആൺകുട്ടികൾക്കും വേണ്ടേ? അടക്കവും ഒതുക്കവും വേണം. പിന്നെ പ്രായപൂർത്തിയായതിന് ശേഷം, മെച്വേർഡ് ആയതിന് ശേഷം ഒരുപാട് ഒതുങ്ങണം. ഒരുപാട് ഒതുക്കലായിപ്പോയി. നമുക്ക് അങ്ങോട്ട് തിരിയാൻ സ്വാതന്ത്ര്യമില്ല, ഇങ്ങോട്ട് തിരിയാൻ സ്വാതന്ത്ര്യമില്ല. ആൺ സുഹൃത്തുക്കളോട്, ചെറിയ പിള്ളേർ 14 വയസ്സായപ്പോൾ തന്നെ പ്രായപൂർത്തിയാകുമല്ലോ പെൺകുട്ടികൾ. അതുവരെ കൂടെ ഓടിച്ചാടി കളിച്ച് നടന്നിരുന്ന ആൺകുട്ടികളെ എല്ലാം അകറ്റും. അവരോടൊന്നൊക്കെ വളരെ ശ്രദ്ധിച്ച് ഒരുപാട് അടുപ്പം വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള വിലക്കുകൾ. അതങ്ങനെ കേട്ടാണ് വളർന്നു വന്നത്. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ പെൺകുട്ടികളും കേട്ടു വന്നിരുന്നതാണ്. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ എടുത്തതായി നമ്മളോട് വീട്ടിലുള്ളവർ പറയും, ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാകേട്. പെൺകുട്ടികൾ ഇലയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാം സഹിക്കണം, നിങ്ങളെല്ലാം ക്ഷമിക്കണം. ഇങ്ങനെ കേട്ട് അത് ഒരു ഒതുങ്ങാനുള്ള ഒരു പ്രവണത നമ്മുടെ പെൺകുട്ടികളുടെ, ആ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ, ഇപ്പോൾ അത് നടക്കില്ല. പെൺകുട്ടികളുടെ എല്ലാം മനസ്സിലങ്ങ് തറഞ്ഞുപോയി. കുറേ ഉപദേശങ്ങൾ അങ്ങനെ തലയെ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. അത് വേണ്ടെന്നല്ല, ഇന്നത്തെ കാലത്തെ പോലെ അങ്ങ് ഫ്രീ ആയിട്ട് വിടുകയല്ല, പക്ഷെ ഒട്ടും സ്വാതന്ത്ര്യങ്ങൾ തന്നിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ്, കല്യാണത്തിന് പോലും ഒരു ചെറുക്കൻ വന്നാൽ, ഇപ്പോഴാണ് ആൺപിള്ളേർ വന്ന് പെണ്ണിനെ കണ്ട ഉടനെ തന്നെ വീട്ടുകാർ പറയും അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് പറയും. അന്നതില്ല. അന്നൊക്കെ ചെറുക്കൻ വന്ന് നോക്കും, ഒന്നാമത് 1-2 ചെറുക്കന്മാർ വന്ന് നോക്കിയാൽ കഴിഞ്ഞു. അതോടുകൂടി പെൺകുട്ടികൾക്ക് ഒരു വോയിസും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന്. ഈ ഒന്ന് പെണ്ണ് കാണാൻ വന്നേച്ച് പോയാൽ പിന്നെ കല്യാണത്തിൻ്റെ അന്നായിരിക്കും ആ കുട്ടി അയാളെ കാണുന്നതോ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മാവന്മാരൊക്കെ എന്താ ഒരു നിഷ്കർഷയായിരുന്നു. പിന്നെ
കല്യാണം കഴിച്ച് പോകുന്നതിന് മുമ്പായിട്ട് നിശ്ചയം കഴിയുമ്പം അതൊരു ഉപദേശമാണ്. അവിടെ പോയി അങ്ങനെ വേണം, അവിടെ അങ്ങനെ പെരുമാറണം, അവിടെ ഇങ്ങനെ പെരുമാറണം, പിന്നെ അവിടെ വളരെ ശ്രദ്ധയോട് പെരുമാറണം, അവിടെ വേറൊരു വീടാണ്, അവിടെ പിന്നെ അവരെ എല്ലാം സംരക്ഷിച്ച് അവരെല്ലാം പറയുന്നത് കേട്ട് അവിടെ ഒരുമാതിരി അടിമയായിട്ട് അവിടെ പോയി നിൽക്കണമെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് വിടുന്നത്. എനിക്കൊന്നും അത് അധികം അനുഭവിക്കേണ്ടതല്ല. ഞാൻ ജോലിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് നമുക്ക് ഭർതൃഗൃഹത്തിലൊന്നും അങ്ങനെ താമസിക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മയാണ് ഒരു സാധുവായ ഒരു സ്ത്രീയായിരുന്നു അമ്മ. അവർക്ക് എന്നോട് ഒരുപാട് സ്നേഹവുമായിരുന്നു. പ്രത്യേകിച്ച് ജോലിയുള്ള കുട്ടിയെന്നുള്ള നിലയിൽ അവരൊക്കെ നാട്ടുമ്പുറത്തെ പ്രായമായ ആളുകളല്ലേ. ജോലിയുള്ള കുട്ടിയെന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സ്നേഹവും വാത്സല്യമൊക്കെ അമ്മ തന്നിട്ടുണ്ട്. അച്ഛനും അതുപോലെയായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്തോ വലിയ ബോംബ് ഇരിക്കുന്നു എന്നുള്ള മട്ടാണ്. അല്ല, ചില ബോംബ് പൊട്ടുന്ന വീടുകളും ഉണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ ബോംബും സ്റ്റൗവും ഒന്നും പൊട്ടുന്ന സ്ഥലങ്ങൾ അന്നില്ല, വീടുകളില്ല. കുറച്ച് പോരൊക്കെ എടുക്കും മൈമമാരും നാത്തുമാരും ഒക്കെ ചെല്ലുന്ന കൊച്ചിനോട്. ഒരു സ്വാതന്ത്ര്യമൊന്നുമില്ല എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ചാൽ അന്നത്തെ ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞു. കാലമൊക്കെ മാറിക്കഴിഞ്ഞു. അന്ന് അടിച്ചമർത്തലുകളുടെ കാലമായിരുന്നു. പെൺകുട്ടികളെ അടച്ചു വെച്ച മീനും അടിച്ചു വളർത്തിയ പെണ്ണും എന്നൊക്കെ പറയുമായിരുന്നു. അടച്ചു വെച്ച കറികളും അടിച്ച് വളർത്തിയ പെണ്ണും. അടിയെക്കാട്ടിക്കുള്ള ഉപദേശമായിരുന്നു. അയ്യോ, ഉപദേശത്തോട് ഉപദേശം. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ കുട്ടികൾക്കൊരു ഭയമാണ്. അവിടെ ചെന്ന് എങ്ങനെ ആയിരിക്കും. കാരണം ഇങ്ങനെ പറഞ്ഞല്ലേ വിട്ടിരിക്കുന്നേ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ, പല വീടുകളിലും കേട്ടിട്ടുണ്ട് അവിടുത്തെ ജോലി മുഴുവനും ചെയ്ത് അടുപ്പും പുകയും തീയും, അന്ന് ഗ്യാസും ഒന്നുമില്ല, ഇതൊക്കെയായിട്ട് വെന്ത് നീറി ജീവിതം കളഞ്ഞ ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്. അന്നൊന്നും ഇങ്ങനെ ഡൈവോഴ്സ് ഒന്നും ഇല്ലല്ലോ. നീ അഡ്ജസ്റ്റ് ചെയ്തോണം. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുമായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ തന്നെ മടിയാണ്. എന്തേലും എപ്പോഴേലും ഒന്നാമത് അധികം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊന്നും, ഈ ജോലിയില്ലാത്ത പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊന്നും അവളുടെ വീട്ടിലേക്ക് വിടുകയേയില്ല. കാരണം ഇവരുടെ അടിമപ്പണി മുഴുവൻ ചെയ്യാൻ ആളായിട്ട് വന്നിരിക്കുകയല്ലേ ഇത്. ഭർത്താക്കന്മാർക്ക് ഒരു വോയിസും അവിടെ ഇല്ല, നമുക്കൊക്കെ ഒരു വോയിസും ഇല്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർ അമ്മമാരുടെ സൈഡിൽ നിൽക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഏക ആശ്രയം ഭർത്താവാണ്. ഭർത്താവ് ഇങ്ങനെ അവരോട് ചേർന്ന് നിന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളല്ലേ നമുക്ക്. പിന്നെ ആരെ ആശ്രയം? അപ്പോൾ വല്ലപ്പോഴും നമ്മുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറയും, എനിക്ക് ഇന്ന പോലെയൊക്കെ ഇവിടെ വിഷമമുണ്ട് അമ്മേ, അല്ലെ അമ്മൂമ്മേ, അല്ലെ അമ്മായി പറയും. നീ സഹിക്കണം, നീ ക്ഷമിക്കണം, നിൻ്റെ കയ്യിലായിരിക്കും തെറ്റ്. അവൻ നല്ല നല്ല ചെറുക്കനാണ്. ചില ആൺപിള്ളേരുണ്ട്, ആണുങ്ങളുണ്ട്, പുറത്തും ബന്ധുക്കളുടെ അടുത്തും ഒക്കെ വളരെ മാന്യനായിരിക്കും. വീട്ടിനകത്ത് ആ ഭാര്യയോട് വളരെ മോശമായ രീതിയിലായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ ഒരു സൽപ്പേര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഇവരൊക്കെ. അപ്പോൾ എല്ലാം അവരവരുടെ വീട്ടിൽ ചെന്നാലും നിൻ്റെ കുഴപ്പമാണ്, നിൻ്റെ കയ്യിലാണ് തെറ്റ്, അവൻ നല്ലവനാണ്, ഇനി ഇങ്ങനെയുള്ള കുറ്റവും തെറ്റും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ല, ഇനി ഇങ്ങനെയുള്ള സങ്കടവും ആവലാതി ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു വിടുമ്പോൾ ആ കുട്ടി അവിടെ എന്തൊരു മാനസിക വ്യഥയിലാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് കുട്ടിക്കാലം മുതൽ സഹിച്ചു വരുന്ന സഹിഷ്ണുത, അത് പുകഞ്ഞാണ് അവർ വേറെ വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ. സാമ്പത്തികമായിട്ട് ഒരു ഭദ്രത ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചവിട്ടും കുത്തും കൊണ്ട് അടുത്ത് താമസിക്കേണ്ട അവസരം വരുന്നില്ല. പണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് സഹിച്ച് അവിടെ കിടന്നോണം. അവിടുത്തെ ഒരു വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു പണ്ടത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു പോയാൽ. പെൺകുട്ടികളാരും അധികം വിദ്യാഭ്യാസം ജോലിയൊന്നും അധികം ഇല്ലല്ലോ. അപ്പോൾ അന്നത്തെ അമ്മായിമാരൊക്കെ വിചാരം ഇവിടെ വീട്ടു ജോലിക്കൊരു ആളെ വേണമെന്നുള്ളതാണ്. അല്ല ഭർത്താവിനോട് നമുക്ക് പരസ്യമായിട്ടൊന്നും മിണ്ടാനോ, എൻ്റെ കാര്യമേ അല്ല പറയുന്നത് കേട്ടോ, അന്നത്തെ കുട്ടികൾക്ക് പരസ്യമായിട്ടൊന്നും മിണ്ടാനോ അവരുമായിട്ട് എവിടോട്ടിരുന്ന് പോകാനോ, എന്തിന് ഒരു ബെഡ്റൂമിൽ കിടക്കാൻ പോലുമുള്ള ഒരവസരം അന്നില്ലായിരുന്നു. എന്നിട്ടും അത് സഹിച്ച് കാരണം അന്നൊന്നും ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ പരമപാപമായിട്ടാണ്.
എന്ത് തന്നെ ഉണ്ടെങ്കിലും അത് സഹിച്ച് അവിടെ ജീവിച്ചോണം. ഞാൻ കുറച്ച് കാര്യമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഓരോ ദിവസമായിട്ട് പറയും. അപ്പോൾ ഈ ഭർത്താക്കന്മാരുടെ വിചാരമുണ്ട് അവളിവിടെ ഇങ്ങനെ കടന്നോളും. തല്ലും ചവിട്ടും കുത്തും. കള്ള് കുടിച്ചൊക്കെ വന്നിട്ട് പെൺകുട്ടികളൊക്കെ എത്ര മോശമായിട്ട് തല്ലുന്ന വീടുകളിലും. അമ്മായിയപ്പനും തല്ലുമായിരുന്നു. ആങ്ങളും അവൻ്റെ സഹോദരന്മാർ പിടിച്ച് തല്ലുമായിരുന്നു, സഹോദരിമാർ തല്ലുമായിരുന്നു. അങ്ങനത്തെ എൻ്റെ ഒരു കൂട്ടുകാരിയെ, അവൾ പഠിച്ചിട്ടൊന്നുമില്ല, 10ാം ക്ലാസ് കഴിഞ്ഞതും അവൾ തോക്കുകയും ചെയ്തു. അന്നും 10ാം ക്ലാസ് ജയിക്കുക എളുപ്പമല്ല, തോക്കുകയും ചെയ്തു. എൻ്റെ ഉത്തമ ഫ്രണ്ടായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു, നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു. ഡാൻസ്, പാട്ട് അങ്ങനെയുള്ളതിലൊക്കെ മിടുക്കിയായിരുന്നു. പക്ഷേ SSLCക്ക് ഒരു വിഷയത്തിൽ തോറ്റാൽ വന്ന് തോക്കും. അങ്ങനെ അവൾ 2-3 പ്രാവശ്യം എടുത്തിട്ടും ജയിച്ചില്ല. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഒക്കെ അവൾ എന്നോട് വിഷമം പറയുമായിരുന്നു. പക്ഷേ അവൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അവിടെ വീട്ടിൽ വന്ന് 10 ദിവസം നിൽക്കും. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്താണ് എൻ്റെ വീട്ടിലോട്ട് വരും അവൾ. 2-3 പിള്ളേരൊക്കെ ആയി, 3 പിള്ളേരെ മറ്റോ ഉണ്ടായിരുന്നു. ആ പിള്ളേരെ കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത്. അപ്പോൾ എന്നെ എഴുതി, നിനക്ക് വലിയതാണല്ലോ, ആനയാണ്, നിനക്ക് ജോലിയുണ്ടല്ലോ, ഒരു വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ലയോ എനിക്ക് എന്നൊക്കെ അവൾ പറയും. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കുകയില്ല. നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് വലിയ തോതിലല്ലേലും കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരും. ഇപ്പോഴത്തെ പോലും സാധിക്കാനുള്ള വഴി അന്നില്ലല്ലോ. കല്യാണം കഴിച്ച് പോകുമ്പം ഒരുപാട് പ്രതീക്ഷകളാണ്. ഇവിടെ സാധിക്കാനൊക്കെ ടൂറ് പോകണം, സിനിമയ്ക്ക് പോകണം, ഭർത്താവിൻ്റെ കൂടെ വെളിയിൽ പോകണം, ഇങ്ങനെയുള്ള മോഹന സങ്കല്പവും ആഗ്രഹങ്ങളുമായിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഇതൊന്നുമാകാതെ അടിമപ്പണിയും ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും നടക്കില്ല. അഡ്ജസ്റ്റ്മെൻ്റൊന്നും ഇന്ന് നടക്കില്ല. ഇന്നത്തെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവർക്ക് താല്പര്യമില്ല അയാളുടെ കൂടെ താമസിക്കാൻ, ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമില്ല, അവരപ്പം തന്നെ ബൈ പറഞ്ഞു പോകും. പക്ഷേ നിസ്സാര കാര്യത്തിനൊക്കെ ബൈ പറഞ്ഞു പോകുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് സഹിക്കാം. പെട്ടെന്ന് എന്തെങ്കിലും കേട്ടിട്ട് നമ്മളങ്ങ് ഉടനെ അങ്ങ് ഓടിപ്പോകണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പെൺകുട്ടികളാണ്. ഒരു വിവാഹം അത് തന്നെ അന്നത്തെ കാലത്തൊക്കെ കഴിച്ചു വിടുന്നതിലെ കഷ്ടം. അന്ന് വിവാഹം കഴിച്ചു കൊടുക്കണതൊക്കെ വലിയ വിഷമമാണ്. ഒന്ന് കഴിച്ചു ഉടനെ തന്നെയുള്ള കഷ്ടം. പിന്നെ 8-10 പിള്ളേരുള്ള കാലഘട്ടമല്ലേ. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്നു വെച്ചാൽ, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ആയിട്ട് ചെന്നിട്ട് ഇതൊന്നും നടക്കാതെ വന്നാലും അതെല്ലാം സഹിച്ച് അവിടെ തന്നെ കഴിഞ്ഞ് അവിടെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടി ഈ ഭൂമുഖത്തു നിന്ന് പോകുന്ന ഒരു രീതിയായിരുന്നു. അന്നൊന്നും ഡൈവോഴ്സൊന്നും കേട്ടിട്ടേ ഇല്ല. ഡൈവോഴ്സ് ചെയ്താൽ വലിയൊരു പാപം പോലെയാണ്. പിന്നെ വീട്ടിലോട്ട് വന്നാലും ഒരു സാഹചര്യമില്ല, അല്ലെ വീട്ടുകാർ പറഞ്ഞു വിടുന്നതേ അതാണ് ഉപദേശങ്ങൾ. യാതൊരു കാരണവശാലും അവിടെ തല്ലും പിടിയും കൂടി ഇങ്ങോട്ട് വരാൻ പാടില്ല. അവിടെ പോയി വീട്ടുകാർ വന്നൊരു ബാധ്യത, ഒരു 10-18 വയസ്സ് ഒരു കുട്ടിക്ക് ഒരു 20 വയസ്സിനുള്ളിൽ കഴിഞ്ഞാൽ അങ്ങ് ബാധ്യത കഴിച്ചു വിടുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. ഇന്നിപ്പോൾ അതൊക്കെ പോയി. ഇന്നത് കാരണം കൊണ്ട് ഡൈവേഴ്സിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ്. നിങ്ങൾ സഹിക്കാവുന്നിടം വരെ മാത്രമേ സഹിക്കാവൂ, അതിനപ്പുറത്തേക്ക് പോകരുത്. കഴിയുന്നതും വിദ്യാഭ്യാസം നേടണം. വിദ്യാഭ്യാസം നേടിയിട്ട് തന്നെ നമുക്ക് ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷം മാത്രമേ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ സമ്മതിക്കാവൂ എന്നുള്ളതാണ് എനിക്കിന്ന് പറയാനുള്ള കാര്യം. ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോട് രേഖപ്പെടുത്തണം.